ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ലീക്കായിരുന്നു മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. പെട്രോൾ ലീക്ക് വണ്ടി കണ്ടെങ്കിൽ പെട്രോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. പെട്രോൾ കംപ്ലീറ്റ് തീർന്നിട്ട് വണ്ടി കൊടുന്നു വെച്ചാണ്. നമ്മൾ പെട്രോൾ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റിയിരുന്നു. പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത് ഈ പെട്രോൾ പൈപ്പ് പൊട്ടിയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു കണ്ടത്. ഈ പെട്രോൾ പൈപ്പ് ഉണ്ട് ഇവിടെ കട്ടായിരിക്കുകയായിരുന്നു. അതായിരുന്നു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആ പെട്രോൾ ഇങ്ങനെ ഫുള്ളായിട്ട് പോയിട്ട് കൊണ്ടിരുന്നതാണ്. നമ്മൾ പുതിയ പെട്രോൾ പൈപ്പൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തിയിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, പെട്രോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററിൻ്റേതായാലും കാർബറേറ്ററിൻ്റെ ഓർഫോൻ്റെ ഭാഗത്തുനിന്നുള്ള ലീക്കൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാർബറേറ്ററൊന്നും അയക്കുന്നില്ല, നിലവിൽ കാർബറേറ്ററൊന്നും അയക്കുന്നില്ല. പെട്രോൾ പൈപ്പ് മാറ്റി കഴിഞ്ഞപ്പോൾ നിലവിലത്തെ പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കസ്റ്റമർ 1-2 കംപ്ലയിൻറ്റ് വേറെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, ഹെഡ്ലൈറ്റ് ബൾബ്, ഇതൊക്കെ 2-3 കംപ്ലയിൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കംപ്ലയിൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, സർവീസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. അപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്, ബാക്കിലെ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിലെ ബ്രേക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്സും മാറ്റണം, അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും ആ ബ്രേക്സും മാറ്റി കഴിഞ്ഞാലാണ് ആ ബാക്കിലത്തെ ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. അതുപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിൾ, ഇത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ്. ഇത് ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ ഇത് കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ, 2 ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്ക് ബ്രേക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണത്. അപ്പോൾ ഈ കേബിൾ 2 കേബിളും മാറ്റണം. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്സും മാറ്റി കഴിഞ്ഞാലാണ് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ 3 ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്സും മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ കേസ് പക്ക ചെയ്തിരിക്കുള്ളൂ. പിന്നെ അതുപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞത് അത് ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. സ്പീഡോമീറ്റർ കേബിൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മീറ്ററിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കേബിൾ മാത്രം മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് പറഞ്ഞു, ഷോക്കപ്പിൻ്റെ സൗണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് സൗണ്ട് കണ്ടിട്ട് ഈ ബുഷാണ്. ഇതിൽ റബ്ബർ ബുഷും വരും. ആ റബ്ബർ ബുഷ് ഫുള്ളായിട്ട് തേയ്മാനം വന്നിട്ട് ഈ മെറ്റലും കൂടി കടന്ന് അടിക്കുന്ന ഒരു സൗണ്ടാണ് ആ ഫ്രണ്ടിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ ആ സൗണ്ട് പറഞ്ഞെങ്കിൽ 2 ഷോക്കപ്പിൻ്റെ ബുഷും മാറണം. അതുപോലെ ഈ ലിങ്ക് ബുഷിന് നല്ല രീതിയിൽ പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതും പെട്ടെന്ന് സൗണ്ടിലേക്ക് വരും. അപ്പോൾ കൈയോടെ നമുക്ക് ആ ലിങ്ക് ബുഷും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഈ ബൾബ് ഉണ്ടോ ഇവിടെയൊക്കെ ബെൻഡായിട്ടിരിക്കുന്നുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബൊന്ന് മാറ്റിയിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം വർക്ക് വരുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലും കൂടി ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് പോകും. പക്ഷേ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ സ്റ്റിക്കിൽ നമുക്ക് തീരെ ലെവൽ കാണിച്ചിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കിൽ ലെവൽ കാണിക്കണം. അപ്പോൾ സ്റ്റിക്കിൽ ലെവൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എഞ്ചിൻ ഓയിൽ ഊറ്റി നോക്കിയതാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ആകെയുള്ള ഓയിലാണിത്. ഒരു 200 മില്ലി ഓയിൽ തയ്ച്ചില്ല കേട്ടോ. അപ്പോൾ കൈയോടെ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ എഞ്ചിൻ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ്, 3 ബ്രേക്കിൻ്റെ കേബിൾ, 2 ബ്രേക്സും, ഫ്രണ്ടിലെ ഷോക്കപ്പിൻ്റെ ബുഷ്, ലിങ്ക് ബുഷ്, അതുപോലെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ, ഹെഡ്ലൈറ്റ് ബൾബ്, എഞ്ചിൻ ഓയിൽ, പിന്നെ ഒരു 100 പെട്രോൾ ഇരിക്കുന്നു. അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.